കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് രേണുസുതി എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് പേര് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ 2 ഓഡിയോസൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. രേണുസുതിയെക്കുറിച്ച് ഭയങ്കര ആരോപണങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതാണൊക്കെ ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ കൂടെ പല കാര്യങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, അതെനിക്കറിയാം. അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരുണ്ടെങ്കിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ അവർക്ക് ഇങ്ങനെ അറിയാം, ഇങ്ങനെയൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ന്യൂസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ രീതി ഒരു തെളിവില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ തെളിവുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യേണ്ടതെന്ന്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും പേരിൽ എന്തെങ്കിലും ഒരു ഭയങ്കര നെഗറ്റീവോ അല്ലെങ്കിൽ കേസോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഉണ്ടെങ്കിൽ കുറച്ച് പേരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുഖവും കാണിക്കത്തില്ല, വേറെ വോയിസ് മാത്രമായിരിക്കും. ഇതാണെങ്കിൽ അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്, അവരങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരുന്നതായിരിക്കും. ഇപ്പം നെഗറ്റീവായിട്ട് തന്നെ രേണുസുതിക്ക് ഒരുപാട് പേരുണ്ടായതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും കുത്തി നിറച്ചുകൊണ്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇവരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റൊന്നുമല്ല, പക്ഷേ ഇതേ കണക്കത്തുള്ള ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതുണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള അവസരങ്ങളും മുതലെടുത്തി അതുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരാണ്.